ആനന്റെ മേലെ ഒരു പുലി പോകുന്നത് പറ്റുമോ? പിന്നെ സോറൊക്കെ പറ്റും. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമ ഇൻഡസ്റ്റെല്ലാർ, അതിലൊരു സീനുണ്ട് ബ്ലാക്ക് ഹോളിന്റെ ഒരു 10 സെക്കൻഡിന്റെ ഒരു ബ്ലാക്ക് ഹോളിന്റെ സീൻ. വെറും പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് സോറ വെച്ച് ചെയ്യാമെന്നാണ്. പിന്നെ മെയിൻ അനൗൺസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഐയും ആപ്പിൾ ഇന്റലിജൻസും കൂടി കൊലാബ് ചെയ്യുന്നത്. ഓപ്പൺ ഐ 12 വർക്കിംഗ് ഡേയ്സിൽ ഓരോരോ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. ആ ഇവന്റിന്റെ പേരാണ് ഷിപ്മസ്. അപ്പോൾ ഇന്ന് ഡേ 1 ആയിരുന്നു. ഡേ 1 മെയിൻലി 2 കാര്യങ്ങൾ അനൗൺസ് ചെയ്തത്. ഒന്നെന്ന് വെച്ചാൽ പുതിയൊരു പ്ലാൻ ChatGPT പ്ലസ് എന്നാ പറയാം. അതിന് $200. $200 എന്ന് പറയുമ്പോൾ നിയർലി 17,000 ഇന്ത്യൻ റുപ്പീസ്. 17,000 പെർ മന്ത്. യെസ്, ഒരു മാസം നമ്മൾ എത്ര കൊടുക്കണം. ബെറ്റർ മോഡൽസ് ആണ്, കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, മെമ്മറി സ്പേസ് അധികം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ അനൗൺസ്മെൻ്റ് ആണ് O1 മോഡൽ. അത് O1 അതായത് റീസണിങ്ങിന് നല്ല ബെസ്റ്റാണത്. എന്ത് കാര്യങ്ങൾ കുറച്ചുകൂടി റീസൺ വേണം. ഈ തെർമോഡൈനാമിക്സിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഈ PhD ലെവലിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഏറ്റവും ബെസ്റ്റാണ് O1 മോഡൽസ്. ഇത്ര കാലം ഒരു പ്രീവ്യൂലായിരുന്നു, ഒരു ബേറ്റ വെർഷനിലായിരുന്നു ഇത്ര കാലം ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഡേ 1 മുതൽ അതിപ്പോൾ പ്ലസ്സിലേക്ക് അതിൻ്റേതായിട്ട് ഒരു മോഡലായിട്ട് അവർ ഇറക്കി. അതാണ് O1. അതായത് ഇതാണ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യന് ChatGPTക്ക് ഫീഡ് ചെയ്ത് O1 മോഡൽ. അപ്പോൾ നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടിയ, ബെറ്റർ റീസണിങ് ഉണ്ടായിന്. പിന്നെ അതുമാത്രമല്ല ChatGPT ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. ഇതാണ് മെയിൻലി ഒരു O1ൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബാക്കിയുള്ള മോഡൽസ്. ഓക്കെ, അപ്പോൾ ഡേ 2 അനൗൺസ്മെന്റ് എന്താ? ഡേ 2 റീഇൻഫോഴ്സ്ഡ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഒരു ഇതിലിട്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT നമുക്ക് കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്യാം O1. അതായത് ഫൈൻ ട്യൂണിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്ത് ഡാറ്റ പോയിൻറ്റ്സ് എന്നാ പറയാം, സെറ്റ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ്. ഈ ഡാറ്റ പോയിൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ChatGPT ആൻസർ ചെയ്യും. എന്നിട്ട് നമ്മളെ ആൻസറും നോക്കും. ഇതിൻ്റെ ആൻസർ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഗ്രേഡർ എന്ന് പറഞ്ഞ ഒരാൾ ഇതിന് സ്കോർ ഇടും 1ൽ. അതായത് ഇപ്പോൾ 0.5 ആയിരിക്കും അല്ലെങ്കിൽ 0.7 ആയിരിക്കും ഔട്ട് ഓഫ് 1ൽ. അപ്പോൾ ഇതിങ്ങനെ കുറേ വട്ടം ഡാറ്റാസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ റീപർപ്പസ് ചെയ്യാം ChatGPTനെ. അതാണ് ഡേ 2 മെയിലിൽ ഉണ്ടായ അനൗൺസ്മെന്റ്. ഇപ്പോൾ 1 വരുന്ന സമയത്തേക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഉണ്ടാവുക. യെസ്. ഇത്ര കുറേ ഡാറ്റ സെറ്റിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും നമുക്ക് വേണ്ട രീതിയിലായിരിക്കും. ഓക്കെ ഓക്കെ, ഇതാണ് ഡേ 2 അനൗൺസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡേ 2 O1ൻ്റെ മോഡൽ റിലീസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡേ 3 അനൗൺസ്മെന്റ് എന്താ? ഡേ 3 സോറ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഇതുണ്ട്, വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ പ്രോംപ്റ്റ് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ സോറ എന്ന് തന്നെ പേര്. അതിൽ കുറച്ചൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ട് പറഞ്ഞു. അതായത് ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു സിനിമ ഇൻഡസ്റ്റെല്ലാർ, അതിലൊരു സീനുണ്ട് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു 10 സെക്കൻഡിൻ്റെ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സീൻ. അതെടുക്കാൻ വേണ്ടി 30 VFX ആർട്ടിസ്റ്റിന് 100 ദിവസം എടുത്ത്. 100 ദിവസം? യെസ്. ആ ഒരു വീഡിയോ അല്ല നമുക്ക്, അതായത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൽ തന്നെ ഏകദേശം ഇല്ലതാണെന്ന്. അതായത് വെറും പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് സോറ വെച്ച് ചെയ്യാമെന്നാണ്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് എന്നാ, ജസ്റ്റ് ബേസിക്കലി ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏത് വീഡിയോ ജനറേറ്റ് ചെയ്യും? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആനന്റെ മേലെ ഒരു പുലി പോകുന്നത് പറ്റുമോ? പിന്നെ സോറൊക്കെ പറ്റും. ഓക്കെ, കൊള്ളാലോ, റിയലിസ്റ്റിക് അല്ലേ? ഇതാണ് സോറൻ്റെ അനൗൺസ്മെൻറ്റിൽ വന്നത്. ഇതാണ് ഡേ 3 ഉണ്ടായത്. സോറ ഓൾറെഡി ഉള്ള ഫീച്ചർ അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തു, ഫൈൻ ട്യൂൺ ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കി വെച്ചു, കുറേ ഡാറ്റാസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഡേ 3 അനൗൺസ്മെന്റ്. വാട്ട് അബൌട്ട് ഡേ 4? ഡേ 4 അനൗൺസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഫീച്ചർ ക്യാൻവസ് എന്ന് പറഞ്ഞിട്ട്. ഇത്ര കാലം ആൾക്കാർ ലോക്കലാണ് റൺ ചെയ്യുക കോഡല്ലോ. ChatGPTക്ക് കൊടുക്കും, പ്രോംപ്റ്റ് കൊടുക്കും, കോഡ് കോപ്പി ചെയ്യും, പേസ്റ്റ് ചെയ്ത് റണ്ണിൽ. പക്ഷേ ക്യാൻവസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ChatGPT തന്നെ നമുക്ക് കോഡ് റൺ ചെയ്യാം ഓൺലൈനായിട്ട്. അതൊരു കമ്പൈലർ പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എററും അത് ക്യാൻവസ് എന്ന് പറയുമ്പം ജസ്റ്റ് കോഡ് ചെയ്യാൻ കമ്പൈലർ മാത്രമല്ല, അതിന് ഇതാക്കുക എന്താ പറയുക, സ്റ്റോറി ബോർഡും ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്ക് ഇപ്പോൾ എസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എസ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഒരു ഫീച്ചറാണ് ക്യാൻവസിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ തന്നെ കോഡൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. യെസ്. ഫോർ എക്സാമ്പിൾ ഇതാ ക്യാൻവസ് പൈത്തൺ സ്ക്രിപ്റ്റ് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൺ ബട്ടൺ ഉണ്ട്. വേണ്ട. ഓക്കെ ഓക്കെ, ഇപ്പോൾ VS കോഡിലുള്ള സെയിം പ്രൊസീജിയേഴ്സ് തന്നെ കോഡൊക്കെ അവിടെ സേവ് ഇവിടെ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ഇതില്ലേ ഹേർഡൻസ്, അത് കുറക്കാം. അതാണ് ഡേ 4 ഉണ്ടായ അനൗൺസ്മെന്റ്. അപ്പോൾ ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഡേ 5? ഡേ 5
ഇതിൻ്റെ അടുക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടിന എലൺ മസ്കിൻ്റെ. ആ ഐഫോൺ ബാൻ ചെയ്യുന്നു yes, ഓഫീസിൽ. ഓക്കെ ഓക്കെ. അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ എ, അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ലേ, അതായത് ഈ ആപ്പിളിൻ്റെ സീരി പോലത്തെ അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് വന്നിട്ട് കുറച്ചുകൂടി സ്മാർട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഓപ്പൺ എ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഓപ്പണും ഇവർ രണ്ടാൾ കൂടി മെർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാസ് കുറേ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എലൺ മസ്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡേയ്സ് 5 മെയിൻ അനൗൺസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എയും ആപ്പിൾ ഇൻ്റലിജൻസും കൂടി കൊലാബ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഡേ 6 അനൗൺസ്മെന്റ് എന്താ? ഡേ 6 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നമ്മൾ ChatGPT വോയിസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം, ഇൻട്രാക്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോ കോളായി ചെയ്യാം. വീഡിയോ കോൾ? യെസ്. ഓക്കെ. നമുക്ക് വീഡിയോ കാണും. ChatGPT വീഡിയോ കാണില്ല. ChatGPT ജസ്റ്റ് വോയിസ് ആയിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. പക്ഷെ നമുക്ക് വീഡിയോ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ChatGPT കൊണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈവായിട്ട് എന്നോട് പറയും ഇതാണ്. അതായത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ട്. ഓരോ കോഫി ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ChatGPT പറയും ഫസ്റ്റ് ഇത് മങ്കിലേക്ക്. യെസ്, അത് ലൈവായിട്ട് തന്നെ. അതാണ് ഡേ 6 ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ലൈവായിട്ട് തന്നെ ഇമേജ് റെക്കഗ്നൈസ് ചെയ്തിട്ട് തരും. യെസ് യെസ്. ഓക്കെ. അപ്പോൾ ഡേ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചർ. പ്രൊജക്റ്റ്? യെസ്. അതായത് ഇപ്പോൾ നമ്മൾ ChatGPT കൊണ്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടെന്ന് വെച്ചാൽ കുറേ ചാറ്റ് ഉണ്ടാവും. ഒരു പ്രൊജക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ കുറേ ചാറ്റിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാം. അതിനിപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കി. ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ എല്ലാ ചാറ്റും എല്ലാം സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ChatGPT കൊണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു തീമിലേക്കും നമ്മളോട് ആൻസറും നമുക്ക് അതിൽ വേണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചാറ്റിലേക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട. പിന്നെ പ്രസൻറ്റേഷൻ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് എൻഹാൻസ് ചെയ്തൊരു ഫീച്ചറാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രൊജക്റ്റ് ഒരു കസ്റ്റമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. യെസ് യെസ്. ഇപ്പോൾ നമുക്ക് അതിൽ നമുക്ക് ഡാറ്റ എല്ലാം കൊടുക്കാം. PPT, ടെക്സ്റ്റ്, അത് ഇത്. പിന്നെ നമ്മൾ അതിൻ്റെ ചാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോട്ടന്നെ പറയും. പിന്നെ ഡേ 6 വേറൊരു ഫീച്ചർ കൂടി ഉണ്ടായിന്, സാന്റ തീം എന്ന് പറഞ്ഞിട്ട്. സാന്റ തീം? യെസ്. അതെന്ന് വെച്ചാൽ വോയിസ് ഇല്ലേ, വോയിസിൽ നമുക്ക് സാന്റേൻ്റെ ഒരു ഫീച്ചറായിട്ട് സാന്റ നമ്മളോട് സംസാരിക്കുന്നതല്ലേ, സാന്റാ ക്ലോസ് ഇല്ലേ, സാന്റാ ക്ലോസ് നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയിലായിട്ട് ഒരു ഫീച്ചർ. യെസ് യെസ്. ആ ഒരു വോയിസ് ആയിട്ട് നമ്മളോട് സാന്റയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓഹോ മേരി ക്രിസ്മസ് ആ ഒരു. ഓക്കെ. അപ്പോൾ ഡേ 8 അനൗൺസ്മെന്റോ? ഡേ 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഹ ഏതാ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കല്ലേ? ഗൂഗിൾ. ആ, ഇപ്പോൾ ഗൂഗിൾ അല്ലേ ഉപയോഗിക്കുന്നത്. അതിന് ChatGPT ഒരു പുതിയൊരു ബട്ടൺ കൊണ്ടുവന്ന് സെർച്ച് എന്നിട്ട് സെർച്ച് എഞ്ചിൻ ChatGPT സെർച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗൂഗിൾ ഉപയോഗിക്കാൻ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് എന്താക്കാം, ChatGPT കൊണ്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണെങ്കിൽ ക്യൂറേറ്റഡ് ആയിരിക്കും, എല്ലാം ആവശ്യമില്ലാത്ത കിട്ടൂല, സമ്മറൈസ്ഡ് ഡാറ്റാസും കിട്ടും. ഓക്കെ ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഡേ 9 കുറച്ചുകൂടി ഡെവലപ്പേഴ്സ് തീംഡാണ്. അതായത് ഡെവലപ്പറിനെ എങ്ങനെ API കോൾ ചെയ്യുമ്പം അതിന് ഫൈൻ ട്യൂണിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഡേ 9 പോയത്. ഡെവലപ്പേഴ്സിന് വേണ്ടിയാണ്. പിന്നെ ഉള്ളത് ഡേ 10. ഡേ 10 എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറില്ല. അതായത് ChatGPT അമേരിക്കയിൽ USA മാത്രമാണ് ഫോൺ വിൽക്കാം. ജസ്റ്റ് നെറ്റില്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്പർ ഡയൽ ചെയ്ത് ChatGPT കൊണ്ട് 15 മിനിറ്റ് ഫ്രീ ആയി സംസാരിക്കാം. ChatGPT കോൾ ചെയ്യാം. അതിപ്പോൾ ഗ്ലോബലി നമുക്ക് വാട്സപ്പ് ചെയ്യാം, പക്ഷേ USA മാത്രമായിട്ട് കോൾ ചെയ്ത് സംസാരിക്കാം. 1800 ChatGPT എന്നൊരു നമ്പറിൽ വിത്തൗട്ട് ഇന്റർനെറ്റ്. യെസ് യെസ്. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഡേ 11 ഡേ 11 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT ബാക്കിയുള്ള ആപ്പുകളായിട്ട് ChatGPT ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഡെസ്ക്ടോപ്പ് ആപ്പ്. അത് വെച്ചിട്ട് ബാക്കിയുള്ള ആപ്പ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നോട്ട്സും നമ്മളെ സ്ക്രീനിൽ എന്താണെന്നും അത് വെച്ച് ഇൻട്രാക്ട് ചെയ്യാം, ടെർമിനലിൽ റൺ ചെയ്യാനും എല്ലാം ചെയ്യാം. ഇപ്പോൾ ബാക്കിയുള്ള ആപ്പ് ChatGPT കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാം, സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഡേ 10. ഇപ്പോൾ ബാക്കിയുള്ള ആപ്പുകൾ ChatGPT ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ റണ്ണും കണക്ട് ചെയ്ത് സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഡേ 11 അനൗൺസ്മെന്റ്. ഡേ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയല്ലോ O1 മോഡൽസ്, അതിന്റെ O2 O3 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡൽസിന്റെ പ്രീവ്യൂ കാണിച്ചു തന്നു. ഇത് 2025 പുറത്തിറങ്ങാം, പക്ഷെ അതിന്റെ ഒരു പ്രീവ്യൂ ആയിട്ട് O2 O3 കാണിച്ചു. ജസ്റ്റ് പ്രീവ്യൂ വീഡിയോയിൽ അനുഭവിച്ചു. അപ്പോൾ ഇതാണ് 12 ദിവസം റീക്യാപ്പ് ആയിട്ടില്ലേ ChatGPT ഷിപ്മെന്റ് ഇവന്റ്. സോ ദിസ് ഈസ് 12 days of OpenAI റീക്യാപ്ഡ്.